പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാർത്താ സമ്മേളനങ്ങൾ നടത്താത്തത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ ചോദിച്ചു മടുത്തു. ഇപ്പോൾ ന്യൂസിലൻഡ് മാധ്യമപ്രവർത്തകരും ചോദിക്കുന്നു, എന്തുകൊണ്ടാണ് മാധ്യമങ്ങളെ കാണുമ്പോൾ ഒഴിഞ്ഞു മാറുന്നത്? പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ അവസാന ഘട്ടമായ ന്യൂസിലൻഡ് സന്ദർശന വേളയിലാണ് ഈ ചോദ്യം ഉയർന്നത്. ആ ചോദ്യത്തിന് മറുപടി പറഞ്ഞത് വിദേശകാര്യ മന്ത്രാലയ ഉദ്യോഗസ്ഥൻ രുദ്രേന്ദ്ര ടണ്ടനാണ്. പ്രധാനമന്ത്രിയുടെ രാഷ്ട്രീയ സമീപനത്തെക്കുറിച്ച് അഭിപ്രായം പറയാനുള്ള സ്ഥലമല്ല ഇതെന്നാണ് രുദ്രേന്ദ്ര ടണ്ടൻ ഈ ചോദ്യത്തിന് മറുപടി നൽകിയത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിലും സഹകരണം വികസിപ്പിക്കുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചായിരുന്നു പ്രധാനമന്ത്രിയുടെ സന്ദർശനം. ഇതുമായി ബന്ധപ്പെട്ട് വിദേശകാര്യ ഉദ്യോഗസ്ഥർ നടത്തിയ പത്രസമ്മേളനത്തിനിടെയാണ് മാധ്യമപ്രവർത്തകരുടെ ചോദ്യം, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്തുകൊണ്ട് ഒരു പത്രസമ്മേളനം നടത്തുന്നില്ല എന്നാണ് മാധ്യമപ്രവർത്തകർ ചോദിച്ചത്. ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയ രീതിയെ ചോദ്യം ചെയ്യുന്നത് എനിക്ക് ഉചിതമായി തോന്നുന്നില്ല. അദ്ദേഹം ഒരു വിജയിയായ ഒരു രാഷ്ട്രീയക്കാരനാണ്. പൊതുവെ ഇന്ത്യൻ രാഷ്ട്രീയക്കാർ അവരുടെ വോട്ടർമാരുമായി നേരിട്ട് ബന്ധപ്പെടാൻ ഇഷ്ടപ്പെടുന്നു. അവർക്ക് നേരിട്ടുള്ള ബന്ധം വേണം. താഴ്ത്തിക്കെട്ടി സംസാരിക്കുന്നത് അവർക്ക് ഇഷ്ടമല്ല. ഇടനിലക്കാർ വഴി സംസാരിക്കുന്നതും അവർക്ക് ഇഷ്ടമല്ല. വോട്ടർമാരുമായി നേരിട്ട് ബന്ധപ്പെടാനുള്ള കലയിൽ പ്രധാനമന്ത്രി അസാമാന്യമായ വൈദഗ്ധ്യം നേടിയിട്ടുണ്ട്. അദ്ദേഹം അത് വളരെ മികച്ച രീതിയിൽ നിർവഹിക്കുന്നുണ്ടെന്ന് വേണം പറയാൻ. കാരണം അദ്ദേഹം തുടർച്ചയായി തിരഞ്ഞെടുക്കപ്പെട്ടുവല്ലോ. ഇപ്പോൾ തൻ്റെ 3ാം ഊഴത്തിലാണ് അദ്ദേഹം. നമ്മുടെ രാജ്യത്തെ ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രിയായിരുന്നവരിൽ ഒരാളാണ് അദ്ദേഹമെന്നും രുദ്രേന്ദ്ര ടണ്ടൻ പറഞ്ഞു. നേരത്തെ നോർവേ സന്ദർശനത്തിനിടെ സമാനമായ ചോദ്യം മോദിയോട് ഒരു മാധ്യമപ്രവർത്തക ചോദിച്ചിരുന്നു. മെയ് മാസത്തിൽ ഒസ്ലോയിൽ നോർവീജിയൻ പ്രധാനമന്ത്രി ജോനാസ് ഗഹർസ്റ്റോറുമായി സംയുക്തമായി നടത്തിയ വാർത്താ സമ്മേളനത്തിനിടെയാണ് ഈ മാധ്യമപ്രവർത്തക ചോദ്യം ഉന്നയിച്ചത്. വേദി വിട്ടുപോകുമ്പോൾ മാധ്യമപ്രവർത്തകയായ ഹെല്ലേലിംഗ് മോദിയെ വിളിച്ച് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചിരുന്നു. അന്നും വിദേശകാര്യ ഉദ്യോഗസ്ഥനാണ് മറുപടി നൽകിയത്.